നമസ്കാരം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാസം 10,000 രൂപ തൊട്ട് 50,000 രൂപ വരെ അനായാസം സമ്പാദിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിച്ചേ പറ്റൂ. കാരണം സർക്കാർ തന്നെ സ്ത്രീകൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനിത് എങ്ങനെയാണ് തുടങ്ങുക, എനിക്ക് സപ്പോർട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇനി ഞാൻ എങ്ങനെയെങ്കിലും ലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, ഫെയിൽ ആവുമോ, ലൈക്ക് ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് ആണ്. ശരിക്കും സ്ത്രീകൾക്ക് ഇതിനൊക്കെയുള്ള കഴിവില്ല എന്നുള്ളതല്ല പ്രശ്നം. പകരം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫോർമേഷൻസ് അഥവാ നോളജ് ഇല്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഗൈഡൻസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി വളരെ ശക്തമായ കുറച്ച് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 3 സർക്കാർ സ്കീമുകൾ, ഗ്യാരണ്ടി ഇല്ലാതെ ലഭിക്കുന്ന ലോൺസ്, വീട്ടിൽ നിന്ന് തുടങ്ങാവുന്ന ബിസിനസ് അവസരങ്ങൾ, ഇതെല്ലാമാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഏറ്റവും നല്ല സ്കീം ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവുകയുള്ളൂ. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഇന്ന് സ്ഥിരമായ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് നോക്കി നിൽക്കുന്നത്? ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ തരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമയമില്ല, വീഡിയോയിലേക്ക് കിടക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ 3 സേവിംഗ് സ്കീമുകൾ എന്തൊക്കെയാണെന്ന് തന്നെ നമുക്ക് ആദ്യം നോക്കാം. നമ്പർ 1, സ്റ്റാൻഡപ്പ് ഇന്ത്യ. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീമാണ്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും അതുപോലെ SC ST കാറ്റഗറിയിൽ ഉള്ളവർക്കും ബിസിനസ് ലോൺ കൊടുക്കുക എന്നതാണ്. നമ്മളെപ്പോഴും ജോലിയാണ് അന്വേഷിക്കുന്നത്, പക്ഷേ നമ്മൾ ജോലി കൊടുക്കുന്ന ഒരാളായി, അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി മാറണം എന്നാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. സോ ജോലി ചെയ്യുന്ന പോലെ അല്ലല്ലോ, നമ്മുടെ അണ്ടറിൽ ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. സോ അങ്ങനെയുള്ള ലെവലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യക്കുള്ളത്. ഈ സ്കീമിലൂടെ നിങ്ങൾക്ക് 3 തരത്തിലുള്ള ബിസിനസ് തുടങ്ങാൻ കഴിയും. നമ്പർ 1, മാനുഫാക്ചറിങ്, അതായത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. നമ്പർ 2, സർവീസ് റിലേറ്റഡ്, അതായത് സേവനങ്ങൾ കൊടുക്കുക. നമ്പർ 3, ട്രേഡിംഗ്, അതായത് സാധനങ്ങൾ വാങ്ങി അത് വിറ്റഴിക്കുക. ഡയറീസ്, ഫിഷറീസ് തുടങ്ങിയ ചില അഗ്രികൾച്ചർ അലൈഡ് മേഖലകളും ഇതിൽ ഉൾപ്പെടും. ഇനി ഈ സ്കീമിലൂടെ എത്ര രൂപ ലോൺ കൊടുക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ സ്ത്രീകൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ഇന്ത്യയിലൂടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ലോണ് സർക്കാർ ബാങ്കുകൾ വഴി മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി സാധാരണ വീട്ടുജോലികൾ മാത്രം ചെയ്ത് വീടിന്റെ അകത്തിരിക്കുന്ന സ്ത്രീകൾക്കുള്ള ഒരേയൊരു വലിയൊരു ടെൻഷനാണ്, വലിയ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഇത്ര വലിയ ലോൺ എമൗണ്ട് കിട്ടുക എന്നുള്ളത്. എന്നാൽ ഈ ലോണിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ആവശ്യമില്ല. പക്ഷെ ബാങ്ക് CGT MSE വഴി സെക്യൂരിറ്റി മാനേജ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പല ആളുകൾക്കും വലിയൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് തിരിച്ചടയ്ക്കാൻ കഴിയുമോ, കഴിയാതെ വരുമോ, എങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവിടെ പേഴ്സണൽ ലോൺസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. പിന്നെ ഓരോ ബാങ്കിനനുസരിച്ച് ലോൺ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഇതിന്റെ റീപേയ്മെന്റ് നോക്കാം. 7 വർഷം പ്ലസ് മൊറട്ടോറിയം പീരീഡ് ആണ് വരുന്നത്. മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ബിസിനസ് ലോൺ, അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ ഇതൊക്കെ എടുക്കുന്ന സാഹചര്യത്തിൽ ബാങ്ക് നമ്മളോട് പറയും കുറച്ച് കാലത്തേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട, അതായത് നമുക്കൊരു ഗ്യാപ്പ് തരും. സോ ആ സമയത്ത് നമ്മൾ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ EMI അടച്ചു തുടങ്ങിയാൽ മതി എന്നുള്ളൊരു കാര്യം. സോ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ്ലി നിങ്ങൾ ആ ഒരു പീരീഡിൽ ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്യേണ്ടി വരും, അല്ലാതെ ലോൺ എമൗണ്ടിൽ, അതായത് നിങ്ങളുടെ മുതലിലേക്ക് വേണ്ടി ഒന്നും അടയ്ക്കേണ്ടി വരില്ല. അത് ഓരോ ബാങ്കിന്റെ പോളിസി അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നോക്കിയാലോ. ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ വേണം, അതുപോലെ പാൻ കാർഡ് വേണം. ആൻഡ് എന്താണ് നിങ്ങളുടെ ബിസിനസ്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ബിസിനസ് ആണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ ഫോട്ടോസ് വേണം, അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് വേണം. സോ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ ലോണിന് എലിജിബിൾ എന്ന് നോക്കിയാലോ. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വിമൻ ഓണ്ടർപ്രണേഴ്സിനാണ് നമുക്ക് ഈ ഒരു ലോണിൽ എലിജിബിലിറ്റി കിട്ടുന്നത്. രണ്ടാമതായി എന്ന് പറഞ്ഞാൽ SC ST വിഭാഗക്കാർ. ഓക്കെ, ആൻഡ്
മൂന്നാമതായി എന്ന് പറഞ്ഞാൽ പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, അതായത് നിലവിൽ ഓൺടർപ്രണേഴ്സ് ഒന്നും അല്ല, പക്ഷെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, ലൈക്ക് ഒരു ബിസിനസ് തുടങ്ങണം, സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ളവരുണ്ടാവില്ലേ, സ്വന്തമായിട്ട് ഇൻകം വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കും ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് ഡയറക്റ്റ്ലി ബാങ്കിൽ പോയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലോൺ നിങ്ങൾക്ക് കിട്ടും. ഇനി ലോൺ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്ഷൻ വരുന്നുണ്ട്, ഓഫ്ലൈൻ ഓപ്ഷനും വരുന്നുണ്ട്. ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അല്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഡയറക്റ്റ് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. ഇനി എന്തൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ വേണം എന്ന് പറയുന്ന കാര്യം ഒരു വാസ്തവമാണ് അല്ലേ. ഒരു ഇമ്പോർട്ടൻ്റ് അഡ്വൈസ് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രീ മണി അല്ല. അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ അല്ലെങ്കിൽ ഹൗ ടു റീപേ, എങ്ങനെ നിങ്ങൾ ഈ പൈസ എടുക്കുന്ന ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണ വേണം. അതല്ലാതെ ലോൺ എടുക്കരുത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്കീമിലേക്ക് പോകാം. ദാറ്റ് ഈസ് മുദ്ര ലോൺ. പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് ചെറിയ ബിസിനസ്സുകാർക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന വലിയൊരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നേടാൻ ഇത് വലിയൊരു സഹായമാണ്. ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും വന്നൊരു ലോൺ അല്ല. ഞാൻ ഇപ്പോൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടോ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്, നമുക്കറിയാം. പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വളരെ മുൻപ് തന്നെ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ലോണാണിത്. പക്ഷെ പലർക്കും ഇതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, മുദ്ര ലോൺ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, ആർക്കൊക്കെയാണ് ഇത് കിട്ടുക, അതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലെ 3 സ്കീമുകളിൽ ഈ ഒരു മുദ്ര ലോണും കൂടി ആഡ് ചെയ്തത്. ഹൗസ് വൈഫ് ആയാലും ചെറിയ ബിസിനസ്സുകൾ വീട്ടിൽ തന്നെ ഓൾറെഡി ചെയ്ത് കുഞ്ഞതായിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തവർക്കോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളവർക്കൊക്കെ ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാം. ശ്രദ്ധിക്കുക, ഈ മുദ്ര ലോണിൽ തന്നെ നമുക്ക് 3 തരത്തിലുള്ള ലോൺ കാറ്റഗറീസ് വരുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാലോ, ഒന്നാമതായി ശിശു ലോൺ എന്ന് പറയും. ശിശു ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. സോ അവർക്ക് ചെറിയ ഒരു ലോൺ എമൗണ്ട് മതിയാവും. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ശിശു ലോൺ എന്ന് പറയുന്നത്. വെറും 50,000 രൂപ മാത്രമേ നമുക്ക് ശിശു ലോണിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയാക്കാം, ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ് ശിശു ലോൺ എന്ന് പറയുന്നത്. രണ്ടാമതായി നമുക്ക് പറയാം കിഷോർ ലോൺ. അതായത് ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കുറച്ചും കൂടി ഒന്ന് വളർത്തണം, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വലിയ രീതിയിലേക്ക് ആക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ സ്റ്റക്കായി ആഗ്രഹം ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അടക്കി പിടിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, ലൈക്ക് അങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ലോണാണ് ഈ ഒരു കിഷോർ ലോൺ എന്ന് പറയുന്നത്. സോ ഇതിൽ 50,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ ലോൺ നോക്കാം. അത് ഈ മുദ്ര ലോണിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതായത് തരുൺ ലോൺ. ആ തരുൺ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം, അതായത് ലാർജ് സ്കെയിൽ ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു തരുൺ ലോൺ എടുക്കാവുന്നതാണ്. അതെ, തരുൺ ലോണിൽ നമുക്ക് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. സോ ഇത് മുദ്ര ലോണിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. മുദ്ര ലോണിന്റെ അണ്ടറിൽ വരുന്ന 3 എണ്ണം ഉണ്ട്. അതിൽ ഒന്ന് ശിശു ലോൺ, ഒന്ന് കിഷോർ ലോൺ, ഒന്ന് തരുൺ ലോൺ. ഓക്കെ, ഈ ഒരു മുദ്ര ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതും, എന്നാൽ കുറച്ചൊന്നും സെറ്റായി ഇനി ഒന്നും കൂടി അടിപൊളിയാക്കണം എന്ന് തോന്നുന്നവർക്കും, ഇനി ലാർജ് സ്കെയിൽ നോക്കുന്നവർക്കും 3 രീതിയിലുള്ള ലോണുകളും ഈ ഒരു മുദ്ര ലോണിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് ഹൗസ് വൈഫ് ആണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇതിന് എലിജിബിൾ ആണ്. ആൻഡ് സെക്കൻഡ് 1 എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വിമൻസ്, നമുക്ക് ഈ ഒരു ലോൺ എലിജിബിലിറ്റി അവർക്കും കൊടുക്കാൻ സാധിക്കും. ആൻഡ് ചെറിയ ബിസിനസ് ഓണേഴ്സിനും ഈ ഒരു ബിസിനസ് ലോണിന് വേണ്ടി അപേക്ഷിക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? യെസ്, യാതൊരുവിധ കൊലാറ്ററൽ സെക്യൂരിറ്റി നമുക്ക് വേണ്ട. നമ്മുടെ കയ്യിൽ ഒരു പെർഫെക്റ്റ് ബിസിനസ് പ്ലാൻ ഉണ്ടോ, നമുക്ക് ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കാം. മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട. അതുപോലെ പ്രോപ്പർട്ടീസിന്റെ പേപ്പേഴ്സ് ഒന്നും നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി ആവശ്യമില്ല. ഇതിന് റീപേയ്മെന്റ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 5 വർഷം വരെയാണ്. അതിനകത്താണ് വരുന്നത്. എത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരും എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ എമൗണ്ട് എത്രയാണ് എടുക്കുന്നത്, ഏത് ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത് എന്നതിനൊക്കെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പം അതിനനുസരിച്ച് വാരിയേഷൻ ഉണ്ടാകും. നിങ്ങൾ ബാങ്കിൽ പോയി ഡയറക്റ്റ്ലി എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഇതിൻ്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അതുപോലെ അഡ്രസ് പ്രൂഫ് വേണം. ആൻഡ് നിങ്ങളുടെ ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പിലുള്ള ബിസിനസ് ആണോ നിങ്ങൾക്ക് ലൈക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിൽ വേണം. ആ ബിസിനസ് ഡീറ്റെയിൽസ് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം. നേരത്തെ സ്റ്റാൻഡപ്പ് സ്കീമിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും അതുപോലെ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ആസ് ഷീ മാർട്ട്.
ഇതും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. ഇത് സ്കീമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സെൽഫ് ഹെൽപ്പ് ഓൺട്രപ്രണർ മാർട്ട് എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് വന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, 2026-27 യൂണിയൻ ബഡ്ജറ്റിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാമാണ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ആശയത്തെ പറ്റി നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചു തന്നത്. സോ കേരള സ്റ്റാർട്ടപ്പ് മിഷനും അതുപോലെ കേരള ഗവൺമെന്റിന്റെയും പിന്തുണയോടുകൂടിയാണ് ഈ ഒരു ഷീമാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംവിധാനത്തിന്റെ പ്രഖ്യാപനം വരുന്നത്. ഷീമാർട്ട് എന്നുള്ളത് സ്ത്രീകൾക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിറ്റഴിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുമല്ലോ. സോ അങ്ങനെയുള്ള സാധനം നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇന്റർമീഡിയറീസ് വരും. ഇന്റർമീഡിയറീസ് വരുന്ന സമയത്ത് അവരായിരിക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുക. സോ അവരതിന്ന് ഒരു കമ്മീഷൻ എടുത്തിട്ടായിരിക്കും തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരിക. നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് പൈസ കുറച്ച് വളരെ കുറയും. സോ ആ പൈസ നമുക്കിനി നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. എത്രയാണോ ആ പ്രൊഡക്റ്റിന്റെ പൈസ, അതിന് ഡയറക്റ്റ്ലി മാർക്കറ്റിൽ എത്ര പൈസയുണ്ടോ അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തും. സോ ആ ഒരു സംവിധാനത്തിന് ഇന്റർമീഡിയറ്റ്സിനെ കട്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ കഴിയും. സോ ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഷീമാർട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഗവൺമെന്റ് മണി സ്കീം അല്ല, പകരം ഇതൊരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സപ്പോർട്ട് മോഡലാണ്. പ്രധാനമായും ഗ്രാമീണ വനിതകൾക്ക് വേണ്ടിയാണ് ഈ ഒരു സംവിധാനം വന്നിട്ടുള്ളത്. ചെറിയ രീതിയിൽ ഹോം ബിസിനസ് ചെയ്യുന്ന വനിതകൾക്ക് വേണ്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ്ലി നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഗവൺമെന്റിന് രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ ഇതിൽ. ഒന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരെ അതിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക കൂട്ടമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറുകൾ, അതുപോലെ അരിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ ഉണ്ടാക്കുന്നുണ്ട്. സോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വിൽക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു മാർക്കറ്റ് വിൽക്കാൻ അവർക്ക് അത് ഉണ്ടാകില്ല. ഒരുപാട് മീഡിയേറ്റേഴ്സ് അവർക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെ ഒഴിവാക്കി അതിൽ മിഡിൽ മാൻസിനൊക്കെ കുറച്ചു അവർക്ക് ഡയറക്റ്റ്ലി ഇൻകം കിട്ടുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഷീമാർട്ട് വന്നിട്ടുള്ളത്. ആൻഡ് അവർക്ക് ഡയറക്റ്റ്ലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പൊ ഇതൊരു സ്കീം അല്ല, സത്യം പറഞ്ഞ ഷീമാർട്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ കൺസിസ്റ്റൻസി, സ്ഥിരത അത് അത്യാവശ്യമാണ്. സോ നല്ല കൺസിസ്റ്റന്റ് ആയി, അതായത് നമ്മൾ കൃത്യമായതിന്റെ പിന്നാലെ നടന്ന് വളരെ ശരിയായ രീതിയിൽ തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സക്സസ്സും ലഭിക്കും. സോ ഇതൊക്കെ എല്ലാവരുടെ അടുത്തും എത്തണം. ഒരുപാട് ജില്ലകളിൽ തന്നെ ഗവൺമെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ് അതൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമുക്കും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ 3 സ്കീമുകളും നിങ്ങൾക്ക് വളരെ വൃത്തിക്ക് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. പലരും നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കമന്റ് വരുന്നുണ്ട്, വലിച്ചു നീട്ടി പറയുന്നു, ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടൂല, ഇതൊക്കെ ഇപ്പം പറയണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ അറിയാത്ത ആളുകളുണ്ട് ഒരുപാട്. അതായത് ഇത് എങ്ങനെയാണെന്ന് ഒരാൾ പറഞ്ഞ് കേട്ടാൽ തന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഡീറ്റെയിൽ ആയി ഓരോന്നോരോന്ന് എടുത്ത് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന് വേണ്ട എലിജിബിലിറ്റി, ആൻഡ് ഇതിൻ്റെ ഒരു ഗുണം എന്തൊക്കെയാണ്, എത്ര രൂപ വരെ നമുക്ക് ലഭിക്കും, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ലോകത്ത് നമുക്ക് അവസരങ്ങൾ ഒട്ടും കുറവല്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തി കൃത്യമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ നമ്മൾ വേണ്ട രീതിയിലുള്ള വേണ്ട സ്ഥലത്ത് എഫേർട്ട് ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ് കിട്ടും. ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ സക്സസ് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് ലേഡീസ് നിങ്ങളുടെ വീട്ടിൽ അമ്മ, സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇത് ഉപകാരമായില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെയും നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.